ആഗ്രഹിച്ച ഒരു മൊമെന്റ് ആണിത്, ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കണം എന്നുള്ളത്. അതിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ചേച്ചിയുടെ ഒപ്പം തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. B.Ed പഠിച്ചുകൊണ്ടിരിക്കുന്ന തേർഡ് സെം ആയപ്പോൾ ഞാൻ കേട്ടിട്ട് എഴുതി, 2ഉം 3ഉം എഴുതി. അപ്പോൾ അതപ്പോഴേ ക്വാളിഫൈഡ് ആയി. അപ്പോൾ എനിക്ക് ഓക്കെ, അപ്പോൾ സെറ്റ് എഴുതി നോക്കാം, കിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി. അപ്പോൾ എനിക്ക് 2 മാർക്കിന് സെറ്റ് കിട്ടാണ്ട് പോയി. എനിക്ക് തോന്നി ഒന്നുകൂടി നന്നായിട്ട് പഠിക്കണം. ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും 2 മാർക്കിന് തന്നെ വീണ്ടും സെറ്റ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് എൻ്റെ അടുത്ത് എൻ്റെ അമ്മയാണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇനി നിനക്ക് ഇങ്ങനെ കോച്ചിങ് ചെയ്ത് അങ്ങനെ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതിയെടുക്കുമെന്ന്. അപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, വിഷമിച്ചിട്ട് കാര്യമില്ല, അത്രയും ഹാർഡ് വർക്ക് നീ ചെയ്ത് കാണില്ല, അതുകൊണ്ടായിരിക്കും ഇത്തവണ കിട്ടാണ്ട് പോയത്, അടുത്ത തവണ നന്നായിട്ട് എഴുതുന്ന ചേച്ചിയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എനിക്ക് ഈ മൊമെൻറ്റിൽ ഞാൻ ഒരുപാട് ഓർക്കുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. മെറ്റീരിയൽസ് ഒക്കെ പ്രിൻ്റ് എടുത്ത് വന്നിട്ട് ഇതൊക്കെ ഇരുന്ന് ഇത് പഠിച്ചോളാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് CC തന്നിട്ടുള്ള മെറ്റീരിയൽസ് അല്ലാതെ വേറൊരു കാര്യം ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് CCയുടെ മൊത്തം ടീമിൻ്റെ അടുത്ത് വലിയൊരു താങ്ക്സ് പറയുന്നു. എക്സാമിൻ്റെ അന്ന് രാവിലെ ഞാൻ അവിടെ പോയിരുന്നിട്ട് ലൈവ് ക്ലാസ്സിൻ്റെ നോട്ടുകൾ ഞാൻ എഴുതിയത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ എക്സാമിന് തൊട്ട് മുന്നേ വായിച്ച കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. അപ്പോൾ അപ്പോൾ വായിച്ച ആ ഒരു ക്വസ്റ്റ്യൻസ് അതെനിക്ക് എന്താ പറയുക, അത് കണ്ടപ്പോൾ എനിക്ക് അത്രയും സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനെയാണ് ആലോചിച്ചത്. മിസ്സിൻ്റെ അടുത്ത് ഒരുപാട് വലിയൊരു താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്.